പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന വചനങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം ഓർക്കണമേ. ഞാൻ പ്രായമായ മനുഷ്യനാണെന്നോ സാധുവായ മനുഷ്യനാണ് എന്നൊന്നും കരുതി ഈ വിലയേറിയ വചനത്തെ തള്ളിക്കളയരുതേ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. വളരെ നിഷ്കളങ്കമായും നിഷ്പക്ഷമായും നിസ്വാർത്ഥമായിട്ടുമാണ് ഞാൻ ഈ ദൈവവചനം പറയുന്നത് എന്ന് ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുകയാണ്. മനുഷ്യന് നന്മ ഉണ്ടാകണം എന്ന് മാത്രമുള്ള ഏക ചിന്തയിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 വാക്യങ്ങളാണ്. അതിൽ നിന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഇന്ന് കുറെ കൂടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 7-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. നിങ്ങളുടെ കണ്ണിൽ കോലിരിക്കെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകരുത്. നിന്റെ കണ്ണിൽ കപടപത്തിക്കാരാ, യേശു പറയുന്നതാണ്, കപടപത്തിക്കാരാ. നീ നിന്റെ കണ്ണിലെ കോൽ ആദ്യം എടുത്തുകളാ, എന്നിട്ട് അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയുന്നതൊക്കെ നന്നായിട്ട് കാണാറാകും. അപ്പോൾ നമ്മളിൽ ഒരുപാട് തെറ്റും കുറ്റവും ഉണ്ടായിരിക്കെ അത്രയും തെറ്റും കുറ്റവും ഇല്ലാത്ത മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവരെ തെറ്റ് തിരുത്താനും നന്നാക്കാനും നമ്മൾ മെനക്കെടരുത്. തെറ്റ് തിരുത്തണ്ട എന്നല്ല പറഞ്ഞത്, മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ തിരുത്തണം. പക്ഷേ നമ്മൾ നല്ലതാകണം. നമ്മൾ ദൈവ സ്വഭാവത്തിൽ കുറ്റമറ്റവരായി ജീവിച്ചുകൊണ്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മളെ ആരെയും പാപികളായിട്ട് ഇവിടെ നിർത്താനല്ല, പാപമില്ലാത്തവരാക്കി വിശുദ്ധരാക്കി ദൈവത്തിൻ്റെ കഴിവ് വെളിപ്പാക്കി കുറ്റമറ്റവരായി നിർത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളോട് പറയണം. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുറ്റമില്ലാത്തവരാകണമെന്ന്. പിന്നെ ആരെയും വിധിക്കരുത്, ആരെയും അളക്കരുത് എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. നമ്മളൊക്കെ അറിയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റുള്ളവരെ വിമർശിക്കുക, കുറ്റപ്പെടുത്തുക, ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാക്കി പൊലിപ്പിച്ച് പറയുക, പിന്നെ അവരെക്കുറിച്ച് വിധിക്കുക. ഇവനൊക്കെ ഇത്രേ ഉള്ളൂ എന്നും ഇവൻ പോയാൽ ഇത്രേ പോവുള്ളൂ എന്നും അങ്ങനെ ചിലരെക്കുറിച്ചെല്ലാം നമ്മൾ അളന്ന് തൂക്കി അങ്ങോട്ട് വിധി പ്രസ്താവിക്കുകയാണ്. നമ്മളെ കൂടെ നിർത്താൻ, ചിലരെ ചേർന്ന് നിർത്താൻ കൊള്ളാവുന്ന ഇന്നാലെ കൊള്ളുകയല്ല. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ഒന്നും ആരെയും വിധിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും പോകരുത്. ഇതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ചീത്തയാണെന്ന് പറയുന്ന ആളായിരിക്കും ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. അത് ഓർക്കുക. അപ്പോൾ ഈ ഏറ്റവും നല്ല ആളിനെ നമ്മൾ ചീത്തയെന്ന് വിധിച്ചു കഴിഞ്ഞാൽ ആ ചീത്തയെന്ന് വിധിച്ച ആ വിധി തന്നെ ഈ പറയുന്നവർക്ക് കിട്ടുമെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ആരെയും അളക്കാനും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും പോകണ്ട എന്നല്ല, നമുക്ക് യോഗ്യതയില്ലാത്ത കാര്യം ചെയ്യരുത്. കാരണം കർത്താവിൻ്റെ വചനവും ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ അനേകരും ശിക്ഷാവിധിയിലാകാതിരിക്കേണ്ടതിന് നിങ്ങൾ അനേകരും ഉപദേഷ്ടാക്കന്മാരാകരുത്. യാക്കോബിന്റെ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് തുറന്ന് പഠിക്കാം. എന്നാൽ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ആരെയും ആവശ്യമില്ലാതെ വിമർശിക്കും. നമ്മൾ കേൾക്കാൻ തയ്യാറാകുക, പറയാൻ താമസിക്കുകയും ചെയ്യുക. പിന്നെ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ വലിയ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കളയുകയും ചെയ്യരുത്. അതും കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശുദ്ധമായെന്ന് പറയുന്നത് ഈ ദൈവവചനമാണല്ലോ.
വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾ കുറച്ച് വിവേകവും പക്വതയുള്ളവരാകണം. ദൈവവചനമാകുന്ന മുത്ത് എന്ന് പറഞ്ഞാൽ രത്നം എന്നാണ് മുത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. വിലയേറിയ സ്വർണത്തെക്കാളും വിലമതിക്കുന്നതാണ് മുത്തുകൾ. അതിനേക്കാളും വിലമതിക്കുന്നതാണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ദൈവവചനം. അത് നമ്മൾ കാണുന്നവരെല്ലാം നിർബന്ധിച്ച് ജയിപ്പിക്കരുത്, ആരെയും പ്രേരിപ്പിക്കുക പോലും വേണ്ട. പൊതുവായിട്ട് എവിടെയെങ്കിലും പറയുന്നതിന് കുഴപ്പമില്ല, ആരെങ്കിലും കേൾക്കട്ടെ എന്നാൽ വ്യക്തിപരമായി നമ്മൾ ആരെയും നിർബന്ധിക്കാനോ പ്രേരിപ്പിക്കാനോ പോകരുത്. ഈ സുവിശേഷം സത്യമാണ്, കാരണം നമ്മുടെ കർത്താവും അങ്ങനെ ആരെയും നിർബന്ധിച്ച് പറയുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് നമ്മൾ വളരെ വിവേകത്തോടെ ചെയ്യണം. ഇഷ്ടമില്ലാത്ത ആളുകളെ ഞാൻ നിർബന്ധിച്ച് നന്നാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തിന് പകരം ദോഷമായിരിക്കും. മാത്രമല്ല വിലയേറിയ മുത്തുകൾ ചവിട്ടിക്കളയുന്നത് കാണാൻ കേൾക്കാൻ ചിലപ്പോൾ ഇടയായി വരും. ചിലപ്പോൾ നമ്മളെ അവർ ഉപദ്രവിച്ചൊന്നും വരും കാരണമില്ലാതെ. അതുകൊണ്ട് യേശു പറഞ്ഞത് ഇതാണ്: പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ ബുദ്ധിയുള്ളവരും ആയിരിക്കണം എന്ന്. അതുകൊണ്ട് നമ്മൾ വളരെ വിവേകപൂർവ്വം ആയിരിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. അവിടുന്ന് വീണ്ടും പറയുകയാണ്, നമ്മൾ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുന്ന ഏവനും തുറന്നു കിട്ടുകയും ചെയ്യുന്നു. കാരണം അന്വേഷിക്കുന്ന കണ്ടെത്തുന്നു, ചോദിക്കുന്ന തരപ്പെടുന്നു, മുട്ടുന്നു തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അതിന് യേശു ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ പകരം കല്ലിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ദോഷികളായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നന്മ തരും. പ്രിയരെ, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമുക്ക് മക്കൾ അപ്പനോട് എന്ത് ചോദിച്ചാലും ചോദിക്കുന്നത് കൊടുക്കും. ദോഷികളായി നാം മക്കൾക്ക് നല്ലതാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, സർവശക്തനായ ദൈവം എത്ര മാത്രം നല്ലതാ തരുള്ളൂ. ആ ദൈവത്തോട് ചോദിക്കുക, തരും. നമ്മുടെ ലോകപ്രകാരമുള്ള മാതാപിതാക്കന്മാരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും തരുന്ന, ആരെക്കാളും അധികം നന്മ തരുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്. ഓർക്കുക, ദൈവത്തോട് ചോദിക്കുക, ജ്ഞാനം കുറവാണെങ്കിൽ ജ്ഞാനം തരും, ആരോഗ്യം കുറവാണെന്ന് കണ്ടാൽ ആരോഗ്യം തരും. നമുക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് തരും. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ കൃപകളും നമ്മൾ ചോദിച്ച് വാങ്ങിച്ചെടുക്കണമെന്നാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം. അത് ചോദിക്കാതെയും മേടിക്കാതെ ഇരിക്കരുത്, ചോദിച്ച് മേടിക്കണം. പ്രിയര്, അതുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് ചെയ്തുകൂടെ? ഇതാണ് നിയമവും പ്രവാചകന്മാരും. അവിടുന്ന് വീണ്ടും ഒരു കാര്യങ്ങൾ പറയുകയാണ്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളേ. ഈ ലോകത്തിൽ ഇത് പറയാൻ കാരണം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രവാചകന്മാരുള്ള കാലഘട്ടമാണ്. സത്യസുവിശേഷത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിച്ച് കളയുന്ന ഒരുപാട് സുവിശേഷകന്മാർ ഈ ലോകത്തിലുണ്ട്. ഇത് പലരും വലിയ വലിയ ആളുകളെ നോക്കും, ചില നല്ല പ്രൗഢിയും നല്ല ആകാര ഭംഗിയും വലിയ ആഡംബരത്തോടെയും ഒക്കെ വലിയ വിസ്മയം ജനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വാക്കുകളും ചില അത്ഭുത പ്രവൃത്തികളെല്ലാം കണ്ടു കഴിയുമ്പം ഇതാ സാക്ഷാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ദാസന്മാരെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. തെറ്റിപ്പോകരുത്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവർ വേഷത്തിൽ ആടുകളെ പോലെ കാണും, പക്ഷെ അകമേ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകും. അവയുടെ ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അവരുടെ ഫലത്തിൽ നിന്ന് അവരെ തിരിച്ചറിയുക. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ഉണ്ടാകുന്നില്ല. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും ഉണ്ടാകുന്നില്ലല്ലോ. നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷങ്ങളും വെട്ടി തീരിടും. യേശു പറഞ്ഞ കാര്യമാണ്, ഓർക്കുക. അതിന് നമുക്ക് തെറ്റു വരരുതേ. ഒരു കാര്യം ഓർക്കുക, ദൈവവചനത്തെക്കുറിച്ച് കൃത്യമായ പരിജ്ഞാനം ഇല്ലാത്തവരാണ് അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്.
അബദ്ധങ്ങൾ ചാടി നമ്മൾ അങ്ങനെ വചനത്തിൽ നല്ല നിശ്ചയമില്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, ജ്ഞാനപ്പെട്ടവരാണ്, അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് പോയിട്ട് അവസാനം എതിർ ക്രിസ്തുവിനെയാണ് ഇതുവരെ സേവിച്ചു വന്നതെന്നുള്ള തിരിച്ചറിവില്ലാതെയാണ് പോയതെങ്കിൽ കഷ്ടമെന്ന് പറഞ്ഞാൽ മതി. കുറ്റം കർത്താവിൻ്റെ അല്ല, നമ്മുടേതാണ്. അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതുവഴി കടന്നു പോകുന്നതിന് വളരെയാകുന്നു. എന്നാൽ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുക്കം, വഴിയേക്ക് അത് കണ്ടെത്തുന്നൊരു ചുരുക്കം. അപ്പോൾ ആ ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമാണ് എന്ന് നമ്മളെ കർത്താവ് പറയാണ്. വളരെ ദുഷ്കരമാണ്. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, ആരും പ്രവേശിക്കില്ല. വലിയ ബുദ്ധിമുട്ടാണ്. 10,000 പേര് ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നവരാണ് എന്നും പറഞ്ഞ് ഒരു വഴിക്ക് പോകുമ്പം നാശത്തിലേക്കാണ് നിറയത്തിട്ടാണ് പോകുന്നത്. പക്ഷെ അവരുടെ ധാരണ എന്നാണെന്നറിയോ, ഞങ്ങൾ പാരമ്പര്യവും ഞങ്ങൾ ജനക്കൂട്ടവും വലിയ ആഘോഷവും ആഡംബരവും എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും ലോകത്തിൻ്റെ എതിർപ്പുകളില്ല, അവഗണനയില്ല, ഒറ്റപ്പെടലില്ല, പീഡനമില്ല, ആരും ഒന്നും ഭീഷണിപ്പെടുത്തുന്നില്ല, ഇങ്ങനെ അങ്ങ് പോയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ടല്ലേ പോകുന്നത്. ജീവിതത്തിൽ ഒരു തിരുത്തലോ മാനസാന്തരമോ നന്മയോ ഒന്നും ഇല്ലെങ്കിലും ആര് ചെന്നാലും അങ്ങ് പോയി വരാൻ പറ്റുന്ന ഒരു വേദിയുണ്ട്, ഞങ്ങൾ പോകാം. പക്ഷേ 10,000-ൻ്റെ ഇടയിൽ നിന്ന് 1-2 പേരായിരിക്കും തിരിച്ച് രക്ഷയുടെ വഴിയിലൂടെ നടക്കുന്നത്. അവർക്ക് പീഡനങ്ങളും ഒറ്റപ്പെടലും കഷ്ടപ്പാടും അവഗണനകളും പല നന്മകളും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. കർത്താവ് പറയുകയാണ്. അപ്പം വ്യാജപ്രവാചകന്മാർ പറയും ഈ വിശാലമായ വഴിയെ പോകും, പക്ഷേ യേശു പറയുകയാണ് അത് അറിയത്തിട്ടുള്ള വഴിയാണ് എന്ന്. യഥാർത്ഥ സുവിശേഷകന്മാർ പറയും ഈ ഇടുക്കവും ഞെരുക്കവും ഒക്കെ ശരിയായ വഴിയെ പോകും, പക്ഷെ ആ ചുരുക്കം പേരെ അതിൽ പോകുന്നുള്ളൂ. പൗലോസ് ഇപ്രകാരം പറഞ്ഞു. അപ്പോസ്തലൻ പറഞ്ഞു 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, നിങ്ങൾ വിശ്വാസം നിലനിൽക്കണമെന്നും അനേകം ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പറഞ്ഞുകൊണ്ടാവും സഭകൾ തോറും നടന്ന ആളുകളെ വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്തു പോന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ സ്വർഗരാജ്യ പ്രവേശനം വളരെ കഷ്ടതയാ പ്രയാസവും പ്രതികൂലങ്ങളും ഉണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ കഷ്ടതയുള്ള പ്രയാസമുള്ളതായ ഈ വഴിയിലൂടെ സുവിശേഷം നന്നായി ഗ്രഹിക്കണം. സുവിശേഷം പറയുന്ന ആള് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു, കുറ്റമറ്റ വിധം ദൈവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ കേട്ടാൽ മതിയെന്നേ. ഒരാൾ കൂടുന്നതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല, സത്യത്തിൽ നീതിയിലും ജീവിക്കുന്ന ആളുകളുടെ ആ നീതിപൂർവമായ ജീവിതം യേശുവിൻ്റെ ഉപദേശങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ആ ദൈവ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് കർത്താവ് അംഗീകരിക്കുന്നത്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിനെ ആരാധിച്ച് സന്തോഷിക്കുന്നവരല്ല. ആരാധനയെല്ലാം സ്വർഗസ്ഥ പിതാവിനുള്ളതാണെന്ന് നമ്മുടെ യേശു പറഞ്ഞു. യേശു ക്രിസ്തുവിനോട് ചേർന്ന് എന്നെ അനുഗമിക്കുക. യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുക. എങ്ങോട്ട്? ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക. ക്രിസ്തു അവിടുന്ന് പരിശുദ്ധനായതുകൊണ്ടും അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ കഴുകി വെടിപ്പാക്കുന്നത് കൊണ്ടും അവൻ ഇത് ചേർന്ന് നടക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധരാകണം. അല്ലാത്തതിന് ചേർന്ന് നടക്കാനല്ല. അല്ലാത്തതിന് ചേർന്ന് നടക്കുന്നുണ്ടെങ്കിൽ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കും. കാരണം എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ നമ്മളിൽ നിഷ്കളങ്കതയോ നിർമ്മലതയോ വിശുദ്ധീകരണമോ ഒന്നും ആവശ്യമില്ല. പക്ഷെ യഥാർത്ഥ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവർ നിഷ്കളങ്കരായിരിക്കണം. അത് നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു നല്ല അടയാളമാണ്. അതുകൊണ്ട് ഇപ്രകാരം നമ്മുടെ നടപ്പ് നിഷ്കളങ്കമാണെന്ന് ഉറപ്പ് വരുത്തണം. നേരോടെ നടക്കുന്നവർ പ്രിയരെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ നടപ്പ് നേരുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തി ജീവിക്കുക. അപ്പോൾ വാസ്തവത്തിൽ നാളെ അടുത്ത വീഡിയോയിൽ വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ദൈവം സംസാരിക്കുന്നതാണ്. അതല്ലാതെ ഇതൊന്നും മാനുഷിക ബുദ്ധി പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷേ ദൈവം സംസാരിക്കുന്നത് കേട്ടനുസരിച്ച് നമുക്ക് യേശുവിനോട് ചേർന്ന് നടക്കാം. യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു മനുഷ്യനും
ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ എന്നോർത്ത് യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമാണെന്നൊന്നും നമ്മൾ പറയണ്ട. എല്ലാം പിതാവായ ദൈവം ക്രിസ്തു യേശു മുഖാന്തരമാണ് സകല പ്രവൃത്തിയും ചെയ്യുന്നത്. യേശു പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗസ്വനായ പിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വഴി, വാതില്, സത്യം എല്ലാം യേശു ആയിരിക്കട്ടെ. അതുകൊണ്ട് പിതാവായ ദൈവം അവിടുത്തെ സന്നിധിയിലേക്ക് പിതാവായ ദൈവത്തോട് നമ്മളെ അനുരഞ്ജിപ്പിക്കുവാൻ, നമ്മളെ നിഷ്കളങ്കരാക്കി തീർത്ത്, കുറ്റമില്ലാത്തവരാക്കി തീർത്ത്, നമ്മളെ ചേർത്ത് നടത്തി നല്ല ഇടയനാകുന്ന യേശുവും അനുസരണയുള്ള ഇടയനോട് ചേർന്ന് നടക്കുന്ന നല്ല ആടുകളുമായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നടന്നു പോകുന്ന യാത്രക്കാരായ, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന, അതായത് പരിശുദ്ധാത്മനെ അനുസരിച്ച് നടക്കുന്ന യാത്രക്കാരായ ദൈവം പുത്രന്മാരായി തീരുവാൻ, ദൈവം മക്കളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നടപ്പ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി പോകുവാൻ, ദൈവ നിശ്ചയമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത വീഡിയോ കാണാൻ ശ്രദ്ധാപൂർവ്വം താല്പര്യം കാത്തിരിക്കണം. പിന്നെ ഓർക്കുക, ഇതൊക്കെ നല്ലതാണെന്ന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അനേകർക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് സ്നേഹവും ഓർമ്മിക്കണം. അറിയാത്തവരെ അറിയട്ടെ. മക്കളെ, ഈ സുവിശേഷം സത്യസന്ധമായ സുവിശേഷമാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞല്ല ജീവിക്കേണ്ടത്, സത്യമായിട്ടുള്ളത് അറിഞ്ഞ് ജീവിക്കണം. ഷെയർ ചെയ്യണം. അനേകർ കഴിയുന്നിടത്തോളം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ഉത്സാഹിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.